ഹലോ ഗൈസ്, വെൽക്കം ടു ഫ്ലാഷ് ഫ്ലിക്സ്. ഇന്ന് ഞാൻ പോയി ഡി എസ് സിറ എന്ന് പറഞ്ഞ സിനിമ കണ്ടായിരുന്നു. നമ്മുടെ രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. ആക്ച്വലി ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിസ് ഹൊറർ മൂവീസ്. ഭൂതകാലം ആൻഡ് ബ്രഹ്മയുഗം ഇത് രണ്ടും എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ബെഞ്ച് മാർക്കാണ് ഹൊറർ മൂവീസിൻ്റെ. സോ ഹാഡ് ദോസ് എക്സ്പെക്റ്റേഷൻസ്, അത് വെച്ചിട്ടാണ് പോയത്. പക്ഷേ വേറെ ലെവൽ ഗൈസ്. ഐ തിങ്ക് ആ രണ്ട് മൂവിയുടെ ലൈക്ക് നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം മൂന്ന് ടൈപ്പ് ഓഫ് മൂവിയാണ് പുള്ളി എടുത്ത് ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കോമൺ ഫാക്ടറോ അല്ലെങ്കിൽ ഒരു കോമൺ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഒന്നും ഫീൽ ചെയ്യില്ല. ബ്രഹ്മയുഗം വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഒരു സംഭവം, വൈബ്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വൈബാണ്. ആൻഡ് പ്രണവ് മോഹൻലാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നു പ്രണവ് മോഹൻലാലിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ലൈക്ക് ഞാൻ അധികം എല്ലാ പടവും എനിക്ക് തോന്നുന്നു ഹൃദയം കണ്ടിട്ടുണ്ട്, ദാറ്റ് വാസ് ഓക്കെ. പക്ഷേ ദിസ് വാസ് കില്ലർ പെർഫോമൻസ് ഫ്രം ഹിം. ലൈക്ക് പുള്ളിക്ക് ആപ്റ്റായിട്ടുള്ള റോളാണ് കേട്ടോ. ആൻഡ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് പുള്ളി തന്നെ ചെയ്തേക്കുന്നത്, രാഹുൽ സദാശിവൻ തന്നെ. റൈറ്റിംഗ് ഈസ് ഗുഡ് ആൻഡ് ഡിറക്ഷൻ വേറെ ലെവൽ പൊളി. പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ ഇതിൽ ഏറ്റവും ഇമ്പ്രസ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ലൈക്ക് ജംപ് സ്കെയർസിൻ്റെ ഇതിലായാലും ബാക്ക്ഗ്രൗണ്ട് ആംബിയൻസിൻ്റെയൊക്കെ ആയാലും രക്ഷയില്ല കേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഇങ്ങനെ കാതോർത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓരോരോ അതിൽ കേൾക്കുന്ന സൗണ്ടുകളും ആ ഒരു ചെറിയ ചെറിയ ഓരോരോ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് സംഭവങ്ങൾ വരെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യിപ്പിക്കും. പിന്നെ സിനിമാറ്റോഗ്രഫി വാസ് ഗുഡ്. ലൈറ്റിംഗ് ഒക്കെ നല്ല പൊളി ലൈറ്റിംഗ് ആണ്. ആ ഇയറി സീൻസ്, ഒരു മറ്റേ മിസ്റ്റീരിയസ് സ്പൂക്കി ഇയറി സീൻസിലൊക്കെ നല്ല രീതിയിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വെരി മിനിമൽ, പക്ഷേ കറക്റ്റ് എന്താണ് നടക്കുന്നതെന്ന് കാണാനുള്ള സംഭവം കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ഷാഡോ പ്ലേ ഒക്കെ ഉണ്ട്, കുറച്ച് ലൈറ്റും ഷാഡോയിലൊക്കെ ഒരു കളി ഉള്ളൊരു സംഭവമുണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി വാസ് ഓൾസോ നൈസ്. പിന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്താ പറയുക, ഒരു വളരെ നാച്ചുറലാണ്. നമുക്ക് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യാത്ത വിധത്തിൽ എല്ലാവരും അവരുടെ ആക്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേർഡ്സ് ചൂസ് ചെയ്യുന്നതായാലും സംസാര സ്റ്റൈൽ ആയാലും എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നൈസ്, വെരി നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ നമ്മളെ ക്രിസ്റ്റോ സേവ്യർ, ഷെഹനാദ് ജലാൽ. ക്രിസ്റ്റോ സേവ്യർ കമ്പോസറാണ്, ഷെഹനാദ് ജലാൽ സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി. പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് റോണക് സേവ്യർ. അതിൽ ചില സംഭവങ്ങളൊക്കെ കിടിലായിട്ടുണ്ട്. ലാസ്റ്റ് സീനൊക്കെ അല്ലേ, സെക്കൻഡ് ഹാഫാണ് കേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ഇതിൽ ലൈക്ക് യുനോ ആ ഒരു ബിൽഡപ്പ് ഫസ്റ്റ് ഹാഫിൽ ആ ബിൽഡപ്പ് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അതിലൊരു ട്വിസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സെക്കൻഡ് ഹാഫാണ്. ബോറൊന്നും അടിക്കത്തില്ല കേസ്. ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ എൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നവരൊക്കെ പേടിച്ച് മുഖമൊക്കെ പൊത്തിയിരിക്കുന്നുണ്ടായിരുന്നു ഒരു പയ്യെ. അപ്പം അത്രമാത്രം ഇമ്പാക്റ്റ്ഫുള്ളാണ്. പിന്നെ ജംപ് സ്കെയർസ് ഉണ്ട്. സോ ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ആൻഡ് ഐ തിങ്ക് നല്ലൊരു വാച്ചായിരുന്നു. ഞാൻ വിചാരിച്ചായിരുന്നു ലൈക്ക് ദർ വിൽ ബി എ ക്വാളിറ്റി എന്നുള്ളൊരു വിചാരത്തിലാണ് പോയത്. ആൻഡ് എൻ്റെ ആ ഒരു പ്രതീക്ഷ കറക്റ്റായിട്ട് അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് യുനോ വെരി തറലി എൻജോയ്ഡ് ദ മൂവി. ആൻഡ് ഐ എം എ ലവർ ഓഫ് ഹൊറർ മൂവീസ്. ലൈക്ക് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഏതിലായാലും അത്യാവശ്യം നല്ല ഹൊറർ മൂവീസൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ഐ തിങ്ക് ഐ ലവ് ദിസ് മൂവി. I'm just waiting for to know what's coming after this, like പുള്ളിയുടെ ഡയറക്ടറിൻ്റെ. സോ ഐ എം ലൈക്ക് കൈൻഡ് ഓഫ് ഒരു ഫാൻ ബോയ് ആയി പുള്ളിയുടെ ഒരു ഹൊറർ മൂവീസ് ജോണറിൻ്റെ. ഐ ഹോപ്പ് ഹി കണ്ടിന്യൂസ് വിത്ത് ദിസ് സ്ട്രീക്ക് ആൻഡ് വിഷിങ് ഓൾ ദ ക്രൂ ആൻഡ് കാസ്റ്റ് ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ഒരുപാട് വേറെ വലിയ ക്യാരക്ടേഴ്സൊന്നും ഇല്ല, ഇത് തന്നെ മെയിൻ. പിന്നെ ലാസ്റ്റ് ഒരു പുള്ളിക്കാരുടെ പേരെനിക്കുണ്ട്, ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. ജയ കുറുപ്പ്, എൽസമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ദാറ്റ് ഷീ ഓൾസോ ഡിഡ് റിയലി ഗുഡ്. പുള്ളിക്കാരി നല്ലൊരു അത്യാവശ്യം പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു റോളാണ്. പുള്ളിക്കാരി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ ഗുഡ് വാച്ച് ഗൈസ്. കുഡോസ് ടു ഓൾ ദ ടീം മെമ്പേഴ്സ്. ആൻഡ് ഇങ്ങനത്തെ മൂവീസ് നമ്മളെ നാട്ടിൽ വരണം ഗൈസ്, ബിക്കോസ് ക്വാളിറ്റി ഷോസ്. ലൈക്ക് നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ക്വാളിറ്റി ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. പിന്നെ വേറെ ലെവൽ സംഭവം ഗൈസ്. കണ്ടിരിക്കണം. ഇത് മസ്റ്റായിട്ട് തിയേറ്ററിലേ കാഴ്ചയാവും. ഇത് ഒ ടി ടിയിലൊന്നും വന്നിട്ട് കാണാൻ വേണ്ടി ഇരിക്കരുത്, ബിക്കോസ് ദിസ് ഈസ് സ്ട്രിക്ട്ലി എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സാധനം. ഇത്
മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റിൽ ഇമ്പാക്റ്റിൽ കാണാൻ പറ്റത്തില്ല. സോ ഇത്ര എനിക്ക് പറയാനുള്ളൂ. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. മസ്റ്റ് വാച്ച് മൂവി. ബൈ ഗൈസ്.